ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കാരണം തലേദിവസം പെരുന്നാളെന്നൊക്കെ കുറച്ച് തിരക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ടുള്ളത്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുന്നത് ചെറിയൊരു പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ വീഡിയോയിലോട്ടേക്ക് അടക്കം രാവിലെ എണീറ്റപ്പം തന്നെ നല്ലൊരു സൂര്യോദയമൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തലേദിവസം തന്നെ ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ എന്തായാലും റഷ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇക്കാക്ക് 8 മണി 7:45 ആകുമ്പോഴത്തേക്ക് ആക്ക് പോകണം കേട്ടോ. അപ്പം പിന്നെ ദോശയാക്കി, അതുപോലെ തന്നെ ഇറച്ചി വരട്ടോ. പിന്നെ അപ്പോഴേക്ക് നമ്മൾ എസ് ബേബി എണീച്ചിട്ട് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ മൈലാഞ്ചി ചോന്നോന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നിങ്ങൾക്കും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നോക്കണം. അപ്പോൾ കാലുമേലും കയ്യുമേലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം ചിക്കൻ ഫ്രൈ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇപ്പം തന്നെ ഇട്ട്, പിന്നെ ആ പാലൊക്കെ ഞാൻ വേഗം തന്നെ ചെമ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇക്ക ഡ്രസ്സൊക്കെ മാറ്റി ആൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇക്കാക്ക് വേഗം കൊടുത്തു. പിന്നെയാണ് ഞാനും ഉമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലോണം മാച്ച് ചെയ്യുന്നുണ്ട്. ഒരു കളർ എൻ്റെ സെലക്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിരിക്കാം. പിന്നെ ബേബി ഇത് ഓളെ കൊണ്ടുപോയി വെച്ച് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഓളെ കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇച്ചു ഉറങ്ങുമായിരുന്നു. അങ്ങനെ പിന്നെ ഇക്ക പോയിട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുക്ക് ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചുവിന് മെസനൊക്കെ ഇരുത്തിയിട്ട് ഓരോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ വേണ്ടി ഇരുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം എൻ്റെ അടുക്ക് മൂത്തച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും പല്ലൊക്കെ കഴിഞ്ഞൊരു 11:45 ഫുഡൊക്കെ സെർവ് ചെയ്തിട്ട് കഴിക്കാനുണ്ടോ. കാരണം ബ്രദറിനും വൈഫിനൊക്കെ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് പോകണം. പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാം കേട്ടോ. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഏട്ടന്മാരെ വീട്ടിലേക്കൊന്ന് കയറി ഇറങ്ങണം കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവർ പോയിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ കുറച്ചധികം ഡ്രസ്സ് തന്നെ ഉണ്ട്. കാരണം ഞാൻ ഒരാഴ്ചത്തേക്ക് നിൽക്കാൻ വേണ്ടി പോകാം കേട്ടോ. കാരണം നോമ്പിനൊന്നും പോയി നിൽക്കാത്തതുകൊണ്ട് തന്നെ പെരുന്നാൾക്ക് എന്തായാലും ഒരാഴ്ച പോയി നിൽക്കാൻ വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. അപ്പം ഇതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റായിട്ട് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഇക്കതാ ഓറഞ്ച് ഷർട്ട് മാറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടിട്ടുണ്ട്. കാരണം ആളെ ഷർട്ട് ബേക്കിൽ ചെറിയതായിട്ട് പിന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം തുണീൻ്റെ കുഴപ്പമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റാൻ വിചാരിച്ചിട്ട് അത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ബീഫ് വരട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച്. പിന്നെ കുറച്ച് ചിക്കൻ ബിരിയാണിയും പിന്നെ സേമിയ പായസം കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം രാവിലെയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും നല്ല റഷ് ആയിരിക്കും. പെരുന്നാളും കൂടി ആകുമ്പം പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും പോകണം, ഏട്ടനിക്ക് പോകണം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊക്കെ ഇറങ്ങണമല്ലോ. അപ്പം വീഡിയോ എടുക്കാൻ നിന്നാൽ കുറച്ചും കൂടി ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി നമ്മൾ ഇറങ്ങിയത് മുതലേ എല്ലാ വിശേഷങ്ങളും കുറച്ചൊക്കെ ആയിട്ടുള്ള ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ പോകുമ്പം കുഞ്ഞാവേനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ഒപ്പം ഇച്ചുവിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ താത്താൻ്റെ വീട്ടിലെത്തിയപ്പം മൂത്ത ബ്രദറിൻ്റെ വീട്ടിലാണ് കേട്ടോ ആദ്യം വന്നത്. അപ്പോൾ അവിടെ വന്നപ്പം തന്നെ നമ്മളെ നെയ്ച്ചോറും ബീഫ് വരട്ടും ചിക്കൻ കറിയും അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരിയും പപ്പടക്കയും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഞാൻ നോക്കിയെന്നല്ലാണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് ബിരിയാണി നല്ലോണം കഴിച്ചിട്ടായിരുന്നു വന്നത്. പിന്നെ പായസമൊക്കെ കുടിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വയറ് ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ചൂടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തണുത്ത വെള്ളം മാത്രം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പം തറവാട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താത്താൻ്റെ മുച്ചും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് താത്താൻ്റെ ഉമ്മയും ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇവിടെ താത്തയും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുട്ടികൾ ചെക്കന്മാരൊക്കെ ഇപ്പം കറങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറുപയർ പായസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പം ഒരു ഗ്ലാസ് ജസ്റ്റ് ഒന്ന് കുടിച്ചിട്ടുണ്ടോ. കാരണം എല്ലാ സ്ഥലത്തും സെമിയ പായസമായിരുന്നു. പിന്നെ ഇവിടെ ഒരു വെറൈറ്റി ചെറുപയർ പായസം എല്ലാം കഴിച്ചപ്പം അത് കുറച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഞാൻ സംസാരിച്ചിരുന്നപ്പം ഹിക്കുവിനെ വേഗം ധൃതി കൂട്ടി കാണും. 2:30 ഇറങ്ങി. പക്ഷേങ്കിൽ വീട്ടിലെത്തുമ്പം 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ പോകുന്ന വഴിക്കാണ്. അപ്പോൾ അത്യാവശ്യത്തിലേറെ റഷ് ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് കാരണം പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ ബൈക്കുകളാണെങ്കിലും വണ്ടികളാണെങ്കിലൊക്കെ നല്ലോണം കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കിൽ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എസ് ബേബി ഇങ്ങനെ നമ്മളിപ്പോൾ എവിടെ യാത്ര ചെയ്യണം ആക്ക് ഗ്ലാസ് സൈഡിൻ്റെ ഇരിക്കും വേണം. അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണണം കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കിൽ പമ്പേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിൽ കയറിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഓഫറിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇറങ്ങുമ്പം പമ്പേഴ്സ് എടുത്തിട്ടില്ലായിരുന്നു. അതിലാണെങ്കിൽ 2-3 എണ്ണം കുറച്ച് കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇക്ക പറഞ്ഞു നമുക്ക് എന്തായാലും ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളങ്ങനെ കയറിയിട്ടുള്ളതാണ്. പിച്ചുവിനും മെസിനെയൊക്കെ നമ്മൾ ആ വണ്ടി ഉണ്ടല്ലോ അതിലിരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കാണ്ട് അപ്പം ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പെരുന്നാൾക്ക് നെസ്റ്റോയിൽ കയറുന്നത്. കയറിയതിന് ശേഷം കയറേണ്ടില്ലായിരുന്നു എന്നായിപ്പോയിട്ടോ. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. സ്റ്റുഡൻസിന് നമ്മൾ കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം
അതിന് മക്കളെയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബിൽ പേ ചെയ്യാനും അത്യാവശ്യം ലേറ്റായി, കാരണം ഫുൾ കുട്ടികളും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ ക്യൂ തന്നെ ചെയ്യുന്നു കേട്ടോ. പിന്നെ മുകളിൽ ബിൽ പേയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇന്ന് താഴെ മാത്രമേ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷ് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ പമ്പേഴ്സ് ഒക്കെ ഇതൊക്കെ ആക്കി. പിന്നെ അവിടെ നിന്ന് ഇച്ചുവിന് 2 മുട്ടായി വേണമെന്നുണ്ട്. ആൾ ഫുൾ കരച്ചിലായിരുന്നു കേട്ടോ. ബില്ല് പേ ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ കുറേ മുട്ടായികൾ വെക്കുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് തന്നെ പോകുമ്പോൾ 2 എടുത്ത് കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇക്കാക്ക് അത് വാങ്ങിക്കൊടുക്കേണ്ടി വന്നു കേട്ടോ, കാരണം ആൾ ഫുൾ കരച്ചിലായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മളിതാ നേരെ പോവാണ് കേട്ടോ. അപ്പം പിന്നെ ഇവിടെ സ്റ്റോപ്പ് ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഒരു 2:45 ആയിട്ടുണ്ട്. അപ്പം 3:30 ആയപ്പം തന്നെ കൽപ്പറ്റയ്ക്ക് എത്തി. പിന്നെ ഈ ബിൽ പേയിൻ്റെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ. പക്ഷേ നമ്മൾ 5:30 ആയപ്പോഴത്തേക്ക് എത്തിട്ടോ. പിന്നെ ഇപ്പോൾ വീട്ടിൽ തന്നെയല്ലേ പോകാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകുന്ന വഴിക്കിൽ സാലിംഖാൻ്റെ വീട്ടിലൊന്ന് കയറാനുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഹൗസ് വാമിങ് വീട്ടുകൂടലിന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പോയി. പിന്നെ അതിന് ശേഷം കുറേ പ്രാവശ്യം നമ്മൾ എന്തായാലും ക്ഷണിച്ചു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇക്കാക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ ഇവിടെ പോകുന്നതിനും കുഴപ്പമൊന്നും, പക്ഷെ ആൾക്ക് ഒരു ചടപ്പാണ് കേട്ടോ. അങ്ങനെ പെരുന്നാൾക്ക് എന്തായാലും വരണമെന്ന് ആൾ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ പോവുകയാണ്. നമ്മളെ വിളിച്ചിട്ടും ഉണ്ടായിരുന്നു നോമ്പിനൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ അത് അവിടെ എത്തി ബീഫ് ബിരിയാണി കഴിക്കാൻ കേട്ടോ. അപ്പം വെള്ളം മതി എന്ന് പറഞ്ഞിട്ടും ഒരു സമ്മതിക്കുന്നില്ല കേട്ടോ. കുറച്ച് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ 65 ഒക്കെ ചെയ്യുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ അതിന് ശേഷം ഇതാ ഇച്ചുവിൻ്റെയും മെജൻ്റെയും കലാപരിപാടികളാണ് കേട്ടോ. അവർ വീട്ടിൽ കിടന്ന് ഫുൾ കളിയായിരുന്നു. നമ്മൾ പിടിച്ചിട്ടൊന്നും അവർ വരുന്നില്ല കേട്ടോ. ഹെസയാണെങ്കിലും മിച്ചു ആണെങ്കിലും സ്റ്റെപ്പ് കയറി മുകളിലേക്കുമാണ്. പിന്നെ അവർ രണ്ടുപേരും മുകളിൽ നിന്ന് കളിക്കാനുണ്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തതായിരുന്നു. പക്ഷേ ഞാൻ അപ്ലോഡൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ഫുൾ തിരക്കായിരുന്നു. വീട്ടിലെത്തി കാരണം അന്ന് ഫുള്ള് ക്ഷീണമായിരുന്നു, ഭയങ്കര ചൂടും. അതുപോലെ തന്നെ നമ്മൾ കഴിച്ചത് ബിരിയാണിയും ബീഫും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തടിക്ക് ഫുൾ ക്ഷീണമായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് എന്താ പറയുക, ക്ഷീണം പിടിച്ചു. അതുകൊണ്ട് തന്നെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നാളെ മുതൽ ഇടണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഇതാ മിറർ സൈഡിൽ നിന്നും അല്ലാണ്ടും പുറത്തുനിന്നും ഒക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഫോട്ടോസ് എടുത്തപ്പോൾ ഇതാണ് കേട്ടോ സാലിംഖാൻ്റെ വീട്. ഞാൻ വീട്ടുകൂടലിന് വന്ന സമയത്ത് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതാ ഇക്കതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇതാ സാലിംഖാനോടും സുഹൈൽത്താനോടൊക്കെ ഏറ്റ ബൊബയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ശരിക്കും എൻ്റെ ബ്രദറിനെ പോലെയാണ് കേട്ടോ ആൾ. പിന്നെ ഇതാ നേരെ വീട്ടിലേക്ക് എത്തി. ഒരു 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം എത്തിയപാടെ തന്നെ വലിയമ്മതാ മാങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ കയ്യിലേക്ക് തരുന്നത്. കാരണം ഞാൻ നോമ്പിനൊരു പ്രാവശ്യം വിളിക്കുമ്പം ആൾ മാങ്ങ കഴിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്കും മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വലിയമ്മ അത് ഓർത്ത് വെച്ചിട്ട് ഞാൻ വന്ന പാടെ തന്നെ എനിക്ക് മാങ്ങയാണ് കേട്ടോ കൊണ്ടു തരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഇച്ചു എന്തിനോ വെറുതെ വാശി പിടിച്ച് തന്നെപ്പം ഓനൊന്ന് എൻ്റെ ബ്രദറിൻ്റെ സ്കൂട്ടിയിൽ ചുറ്റിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. റൗണ്ട് അടുപ്പിച്ചു. പിന്നെ ഉമ്മ അപ്പോഴത്തേക്ക് തണുത്ത വത്തക്ക വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് കുടിക്കാൻ കേട്ടോ, ജ്യൂസൊക്കെ കുടിച്ചു. അപ്പോഴേക്കും പിന്നെ എൻ്റെ തറവാട്ടിലുള്ള ഉമ്മാൻ്റെ ബ്രദറും വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പിന്നെ ഉമ്മാൻ്റെ വേറൊരു ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അക്കുവാക്കാൻ്റെ വീട്ടിലേക്ക് പോയി അവർ തിരിച്ചു വന്നു. പിന്നെ അത് അവർ വന്നവിടെ തന്നെ ഉമ്മ ചായയും നെയ്യപ്പും ബീഫ് ഫ്രൈയും കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളവിടെയൊക്കെ സ്പെഷ്യലായിട്ട് എല്ലാ പെരുന്നാൾക്കും നെയ്യപ്പും ബീഫും ഉണ്ടാവും കേട്ടോ. അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു എന്താ പറയുക ചോറ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചു സോഫയിലൊക്കെ നമ്മളെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് അമ്മായും ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കാം. അപ്പോൾ ഞാനും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബീഫും അപ്പൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ അത് ആ മക്കളൊക്കെ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പെരുന്നാൾ വിശേഷം. അപ്പോൾ നമുക്ക് പെരുന്നാളത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഓരോരുത്തരായിട്ട് നിന്നിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് നിന്നിട്ടുള്ള പിക്സും കാര്യങ്ങളൊന്നും ഇല്ല. പിച്ചുവിൻ്റെയും മെജൻ്റെയും എൻ്റെ ആയാലും മിക്കാൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ളൂ. ഒരുമിച്ച് നമ്മൾ 4 ആൾ ഒരുമിച്ചിരുന്ന പിക്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മക്കളതും എല്ലാവരും ഒരുമിച്ച് ഇന്ന പിക്സും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെരുന്നാളായതുകൊണ്ട് കുറച്ച് തിരക്കിയിരുന്നു. പിന്നെ ഫോട്ടോസ് എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഓരോരുത്തരെ വഴിക്ക് അങ്ങനെ പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുഞ്ഞ് പെരുന്നാൾ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മാക്സിമം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു കേട്ടോ. കാരണം എൻ്റെ വീട്ടിലത്തെ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് എത്രത്തോളം വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയില്ല. അപ്പോൾ മാക്സിമം ഇടേണ്ട. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.